വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന വിമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ്. അങ്ങേയറ്റം അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു. സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ച് പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയിലത്. എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതപ്പെടുന്നു. കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ് ആവട്ടെ വനിതാ സംവരണ ബിൽ എന്ന് ആശംസിക്കുകയാണ്. परम आदरणीय प्रधानमंत्री जी, आपने हमें महिला विमेंस रिजर्वेशन बिल से सशक्त किया और अब हम सब महिलाएं मिलके आपके नेतृत्व में नव भारत के निर्माण में बढ़ चढ़कर सहयोग करेंगे. There have been many leaders in the past, men and women, but we live in the time of a fantastic leadership that has actually seen the passing of the Women's Reservation Bill. So I'm hugely thankful for the Honorable Prime Minister Narendra Modi ji's leadership. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലിനെ നോക്കി കാണുന്നു. ശോഭനയെ പോലെയുള്ള ഒരു നർത്തകി, സിനിമാ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ, അവരെയൊന്നും BJPൻ്റെ അറയിലാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവരെവിടെ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ തുടർചലനങ്ങൾക്ക് ശമനമില്ല. മോദിയുടെ പ്രസംഗവേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം മുതൽ മോദിക്കൊപ്പം വേദി പങ്കിട്ട നടി ശോഭനയ്ക്കെതിരായ സൈബർ ആക്രമണം വരെ എത്തിയിരിക്കുന്നു പ്രകമ്പനങ്ങൾ. സംഘ് പരിവാറിനെയും BJPയെയും നേരിടുന്നതിൽ മുൻപന്തിയിൽ ആരെന്ന കാര്യത്തിൽ കോൺഗ്രസും CPMും മത്സരം കൊഴുപ്പിക്കുമ്പോഴാണ് മോദിക്കൊപ്പം വേദി പങ്കിടാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ മത്സരം. മോദിയുടെ നേതൃത്വത്തെ അഭിനന്ദിച്ച ശോഭന സൈബർ ആക്രമണം നേരിടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ശോഭനയെ അധിക്ഷേപിക്കുന്നവരുടെ ലക്ഷ്യമെന്ത്? പ്രൈം ഡിബേറ്റിൽ BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളിൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, ഇന്ന് സൈബർ ആക്രമണം താങ്കൾ കണ്ടുവല്ലോ നടി ശോഭനയ്ക്കെതിരെ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടതിൻ്റെ പേരിലാണ്. പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് ശോഭനയ്ക്കെതിരെ വരുന്നത്. അവരെ സൈബർ സ്പേസിൽ അൺഫോളോ ചെയ്യുന്നവരുണ്ട്, അവർക്കെതിരെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇവരെല്ലാം കൂട്ടിക്കെട്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളീയം പരിപാടിയിൽ തിരുവനന്തപുരത്ത് ശോഭന പങ്കെടുത്തിരുന്നു മറ്റു താരങ്ങൾക്കൊപ്പം. അവിടെ നിന്ന് നേരെ സംഘ് പരിവാറിൻ്റെ വേദിയിലേക്ക് പോയി. ഈ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ സംഘ് പരിവാറിൻ്റെ ആ ഒരു തന്ത്രത്തിൽ ശോഭന കുടുങ്ങി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ശോഭന ദേശീയ അവാർഡ് നേടിയ ഒരു നടിയാണ്. അവർ വളരെ മികച്ച രീതിയിലുള്ള കഥാപാത്രങ്ങളെ മലയാളികൾക്ക് മാത്രമല്ല തമിഴിൽ ദളപതി ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഉൾപ്പെടെ ഭാരതം ഒട്ടുക്ക് നിറഞ്ഞു നിന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശോഭന എന്ന് പറയുന്ന ഒരു നടി. ശോഭനയ്ക്ക് ഒരാളുടെ ട്രാപ്പ് എന്താണ്, ട്രാപ്പ് എന്തല്ല എന്ന് തിരിച്ചറിയുവാനുള്ള കോമൺ സെൻസ് ഇല്ല എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? ശോഭനയ്ക്ക് അറിയില്ലേ, ഒരു വേദിയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്ന സമയത്ത് ആ വേദിയിൽ പോകണോ വേണ്ടയോ, അത് ഏത് തരത്തിലുള്ള വേദിയാണ്, ആ വേദിയിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യക്തികളാണ് ഉണ്ടാവുക, ആരൊക്കെയായിട്ടാണ് താൻ വേദി പങ്കിടാൻ പോകുന്നത് എന്നുള്ള കാര്യം ശോഭനയെ പോലെ ഒരാൾക്ക് അറിയില്ല എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞാൻ മഞ്ജുഷ് ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഇന്ത്യ എന്നല്ല ലോകം മുഴുവൻ ബഹുമാനിച്ചിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം,
അദ്ദേഹം അന്തരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം അമൃതാനന്ദമയി അമ്മയെ തൊഴുതിരുന്നു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തെ എന്തൊക്കെ മോശം ഭാഷയിലായിരുന്നു നമ്മുടെ സൈബർ ഇടത്തിലെ ഇടതുപക്ഷക്കാരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ അപമാനിച്ചത് എന്നറിയാമോ? അതുമാത്രമോ? സച്ചിൻ ടെണ്ടുൽക്കർ ഒരു നിലപാടെടുത്താൽ ഇവർക്ക് അനുകൂലമാകുന്ന നിലപാടുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവർക്കുമുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർക്കെതിരായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ തവണ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിക്കഴിയുന്ന സമയത്ത് ഒരു ദേശീയ തലത്തിലുള്ള ഇതുപോലൊരു വളരെയധികം ഫോളോയിങ് ഒക്കെ ഉള്ള ഒരു ട്വിറ്റർ, അന്ന് എക്സലല്ലോ, അന്ന് ഒരു ട്വിറ്റർ ഹാൻഡിൽ വന്നിട്ട് ഇദ്ദേഹം ഒരു കാക്കി നിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു RSS അനുഭാവി എന്നുള്ളതിൽ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അതറിയാതെയാണ് അയാൾക്ക് വേണ്ടിയിട്ട് കൈയടിച്ചത്. അപ്പോൾ ഇവരെന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? ഒരാൾ എന്ത് നേട്ടം ഉണ്ടാക്കിയിരുന്നാലും അയാളുടെ രാഷ്ട്രീയം ഇവർ പറയുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായി കഴിഞ്ഞാൽ അയാളെ പരിപൂർണമായിട്ടും റദ്ദ് ചെയ്യുക, അയാളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള സൈബർ ബുള്ളിങ് നടത്തുക. ഇത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിശാല മനസ്കരെന്ന് പറയുന്ന ഇടതുപക്ഷക്കാരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം. പക്ഷേ ഇവിടെ ഇടതുപക്ഷക്കാരെന്ന് പറയുമ്പോഴും ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഒരറയിലേക്കും BJP-യുടെയോ സംഘപരിവാറിന്റെയോ ഒന്നും അറയിലേക്ക് ശോഭനയെ കൊണ്ട് കെട്ടുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ശ്രമം അതിനെ പിന്തുണയ്ക്കില്ല എന്നാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് അങ്ങനെ ഞങ്ങൾ അതിനെ ആക്ഷേപിക്കുന്നില്ല എന്നാണ് അല്ലെ? ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. കാരണം ശോഭന ഒരു പൊതു സ്വത്താണ്, അതുകൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പങ്കെടുക്കാം. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലാണെങ്കിൽ പോലും അവർക്ക് പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ CPM-ന്റെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഇല്ല. ഉറപ്പിക്കാൻ കഴിയില്ല മഞ്ജുഷ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ ഒരു പൊതു സ്വഭാവം അതാണ്. എപ്പോഴും മുൻനിരയിൽ നിന്നുകൊണ്ട് നേതാക്കൾ ഒരു പ്രസ്താവന നടത്തുകയും പിൻനിരയിൽ നിന്ന് അണികളെ ഇളക്കി വിട്ട് മറ്റൊരു തരത്തിലുള്ള സൈബർ അറ്റാക്കിങ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറ്റാക്കിങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ജനിതകമായ സ്വഭാവം തന്നെയാണ്. അവരത് തുടക്കകാലം മുതൽ അവർ അനുവർത്തിച്ചു വന്നിട്ടുള്ള ഒന്നായിരുന്നു. അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ അവർ ഏത് തലത്തിൽ അധിക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു നയം അവരെല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിരുന്നു. നമുക്ക് സുഭാഷ് ചന്ദ്രബോസ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലും നമുക്കറിയാവുന്നതാണ് സുഭാഷ് ചന്ദ്രബോസിനെ എന്തൊക്കെ തരത്തിലാണ് ഇവർ അധിക്ഷേപിച്ചിരുന്നത്. ഇവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അന്നത്തെ കാലത്ത് ചെരുപ്പ് നക്കിയെന്ന് വിളിച്ചു, ടോജോയുടെ കഴുതാന്ന് വിളിച്ചു, അദ്ദേഹത്തിനെ ചാടിക്കളിക്കുന്ന കുരങ്ങൻ എന്നുള്ള നിലയിൽ അവർ കാർട്ടൂൺ വരച്ചു. 2003 എടുത്തു സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലുള്ള അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തിരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏത് കാലഘട്ടത്തിൽ എടുത്തിരുന്നാലും ശരി തന്നെയാണ്, അവരുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും മറ്റൊരു തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമോ അവരുടെ രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യമോ പ്രകടിപ്പിക്കുവാനുള്ള അനുവാദം നൽകില്ല എന്നുള്ള തലത്തിലുള്ള തീർത്തും അസഹിഷ്ണുപരമായ നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന 90-95% പ്രൊഫൈലുകളാവട്ടെ ഹാൻഡിലുകളാകട്ടെ സോഷ്യൽ മീഡിയ സർക്കിളുകളിലും അല്ലാതെയും ഒക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു എങ്കിലും ഒരു സർക്കാർ പരിപാടിയായിരുന്നില്ല തൃശ്ശൂരിലെ വേദി. അത് ഒരു BJP-യുടെ ഒരു രാഷ്ട്രീയ പരിപാടി തന്നെയായിരുന്നു, സ്ത്രീ ശക്തി സംഗമം. അവിടെ നടി ശോഭനയെ പോലെയുള്ളവർ പോയതിൽ താങ്കൾ തെറ്റ് കാണുന്നുണ്ടോ? അല്ല, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമേ പറയണം. എൻ്റെ ജനറൽ സ്റ്റാൻഡ് പറഞ്ഞിട്ട് അത് പറയാൻ പറ്റൂ. സ്റ്റാൻഡ് 1, BJP-ക്ക് പിന്തുണച്ച് ആര് പോകുന്നതിനും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. ഒരു കുട്ടി, ശോഭന എന്നല്ല, ഒരു ചെറിയ കുട്ടി പോലും കൂടുതൽ BJP-യുടെ സപ്പോർട്ടർ ആവുന്നതിൽ ഇഷ്ടമില്ലാത്ത, രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് യാതൊരു സംശയമില്ല. ശോഭന എന്നല്ല, ആര് പോയാലും, ഇപ്പോൾ മറിയക്കുട്ടി പോയതിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, എന്നുവെച്ചാൽ എനിക്ക് താല്പര്യമില്ല, അത് വേറെ പ്രശ്നം. പക്ഷേ ശോഭന എന്നല്ല, ആർക്കും സ്വന്തം രാഷ്ട്രീയ നിലപാട് സ്വതന്ത്രമായി പറയാൻ കഴിയുന്ന ഒരു ജനാധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ BJP-യുടെ സുഹൃത്ത് വളരെ ഗംഭീരമായി പറഞ്ഞു, അവരുടെ ഹാൻഡിലുകൾ എന്നെപ്പോലെയുള്ള ആളുകൾക്കെതിരെ പറയുന്ന എന്തെങ്കിലും നമ്മൾ മോഡിക്കെതിരെ പറഞ്ഞാൽ ഉടനെ നമ്മൾ ഫണ്ട് വാങ്ങുന്നവരാണ്, വിദേശിയാണ്, നമ്മൾ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ആളാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിമർശനം BJP-കാരും ചെയ്യും, CPM-കാരും ചെയ്യും. ഒരു പരിധി വരെ അത്ര ശക്തിയില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ അത്രയും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കെതിരെ ഓരോരുത്തർക്കെതിരെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അധിക്ഷേപം അവിടെ നിൽക്കട്ടെ. ഒരു സിനിമാ നടി എന്ന നിലയിൽ അവിടെ പോയി, ഒരു സ്വീകരണത്തിൽ പോയി, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ബുദ്ധിയുണ്ട്, ബോധ്യമുണ്ട്. പക്ഷേ അവരവിടെ പറഞ്ഞ കാര്യം, അതിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സ്ത്രീ സംവരണ ബിൽ ലോക തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഉള്ളത്
കാരണം വെച്ചാൽ അത് ഒരു കാലത്ത് നടപ്പാക്കാൻ പോലുള്ള ഞാൻ നടപ്പാക്കുമ്പോൾ തന്നെ 820 സീറ്റാക്കി ഇപ്പോഴുള്ള സീറ്റ് നിലനിർത്തി. കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെ സീറ്റ് കുറച്ച്, ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല, യു പിയിൽ നിന്നൊക്കെ കൂടുതൽ സീറ്റ് വരികയും കേരളത്തിൽ നിന്നൊക്കെ ദക്ഷിണേന്ത്യയിൽ നിന്ന് സീറ്റ് കുറയുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ പാർലമെൻറ്റ് 800 സീറ്റാക്കുകയും അതിൽ നിന്ന് 1/3 സ്ത്രീകൾക്ക് കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഒരു കാലത്ത് സൗത്ത് ഇന്ത്യക്കാരന് ഒരാധിപത്യവും ഇല്ലാത്ത തരത്തിൽ വളരെ വലിയ വിഭാഗീയവും വർഗീയവും ഒക്കെയായ ഒരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ 24-ൽ ആ സംവരണം കൊണ്ടുവരണമായിരുന്നു. അത് കൊണ്ടുവരാമായിരുന്നു. ഇപ്പോഴുള്ള 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുത്താൽ മതി. ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്, ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ ശോഭനയെ പോലെ ഒരാളെ കൊണ്ട് ഇത് പറയിക്കുന്നു. ശോഭനയ്ക്ക് ഇതിൻ്റെ ട്രിക്ക് അറിയാത്തത് കൊണ്ടാണോ? ശോഭന വനിതാ സംവരണം, പക്ഷെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറഞ്ഞു. വനിതാ സംവരണ ബില്ലിന്റെ കാര്യത്തിന് ഉപരിയായിട്ട് ശോഭന പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഭരണ നേതൃത്വത്തിൽ ഒരുപാട് പേർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നേതൃത്വമാണ് അവരേറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്ന കൃത്യമായ സന്ദേശം അവർ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വേദിയിൽ. അല്ല മഞ്ജുഷേ, അത് ഈ ഒരു വിഷയത്തിലാണ്. അവർ ഈ ഒരു വിഷയം ഞാൻ കേട്ടിടത്തോളം അവർ ഈ വിഷയം സംസാരിച്ചുള്ളൂ. പ്രധാനമായും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇതുവരെയുള്ള ഭരണാധികാരികൾ കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഇത് കൊണ്ടുവന്നു. അതൊക്കെ ശരി. ഞാൻ പറഞ്ഞ് അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, താത്വികമായി ഇത് വനിതാ സംവരണത്തെ 100% അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും അത് നടപ്പാകാൻ പോകുന്നില്ല. നടപ്പായാൽ തന്നെ അതിൻ്റെ പിന്നിൽ ഗൂഢതന്ത്രങ്ങളുണ്ട്. ഇതൊരു പക്ഷേ ശോഭനയെ പോലെ ഒരാൾക്ക് മനസ്സിലാവാത്തതാണോ? അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് കൊണ്ടുവന്ന പ്രധാനമന്ത്രി വളരെ ഗംഭീരമാണ്, ഇതാണ് നമ്മുടെ അഭിപ്രായം പറഞ്ഞത്. ഇവിടെ പ്രശ്നം എന്താ? ഇപ്പോൾ ശോഭന കേരളീയം എന്ന് പറയുന്ന പരിപാടിയിൽ വരുന്നു. ഇപ്പോൾ വളരെ കൺട്രോൾഡായി വർത്തമാനം പറയുന്ന ഗോവിന്ദ മാഷ്. അന്ന് ഗോവിന്ദ മാഷും പാർട്ടിയും ശോഭനത വന്നു. ശോഭനയെയും മോഹൻലാലിനെയും, നാളെ മോഹൻലാൽ പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആരോ പറയുന്നുണ്ട് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. എനിക്കറിയില്ല പോകുമെന്ന്. അങ്ങനെ പോവില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ഒരിക്കൽ പോയതാണ്. ഇപ്പോൾ ഗോവിന്ദ മാഷ മുഴുവൻ ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടത് സുരേഷ് ഗോപിയെക്കുറിച്ചും ഏതാണ്ട് ഇതേപോലെ ഒരു കമൻ്റ് ഉണ്ടെന്നാണ്, പൊതു സ്വത്താണെന്ന്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം വളരെ കൃത്യമായി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി മുമ്പാവുകയും ഇനി ആവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു BJP താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളെങ്ങനെയാണ് പൊതുസ്വത്താവുക? പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ വേറെയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താ? ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കളിയെ ഇഷ്ടപ്പെടുന്നവർ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാം, ഒരു തെറ്റുമില്ല. അതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ മോശം കളിക്കാരനാണെന്ന് അർത്ഥമില്ല. ശോഭന മോശം ഇപ്പോൾ ശോഭന അവിടെ വന്ന് നിൽക്കുമ്പോൾ PT ഉഷ വേദിയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങൾ എത്ര ശക്തമായ സമരമാണ് ഗുസ്തി മേഖലയിൽ നടത്തിയതെന്ന് എനിക്ക് മഞ്ജുഷ്ണു അറിയാലോ. അവരെക്കുറിച്ചൊരു പരാമർശം ഉണ്ടായില്ലല്ലോ. മോഡിയുടെ കാലിന് കീഴിലല്ലേ, ഡൽഹിയിലല്ലേ അത് നടന്നത്? അതിനെക്കുറിച്ചൊരു പരാമർശം ഉണ്ടായില്ല. മോദി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നം അതാണ്. ഇപ്പോൾ സ്ത്രീകൾ നിരവധി കാര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിൽ. അതൊന്നും മോഡി വന്നുകൊണ്ട് കൂടെ കുറേ ഒന്നും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് ചില വർഗീയമായ ചില വിഭജനങ്ങൾ. പക്ഷേ ഇവിടെ ഈ നരേന്ദ്രമോദിയോടുള്ള വിരോധം അല്ലെങ്കിൽ BJPയോടുള്ള തൊട്ടുകൂടായ്മ അതിന് മാറ്റം വന്നിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണല്ലോ. മുൻപ് കേരളത്തിലൊക്കെ ഇങ്ങനെ BJPയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ പറയാം, ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സ്ക്രൂട്ടിനി പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണോ? ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന കാര്യം കൃത്യമായി നിരീക്ഷിച്ച് അവരെന്തിനു പോയി, അവർ പോകാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ രീതിയിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണോ? CPM-ഉം കോൺഗ്രസും ആർക്കും എവിടെയും പോകാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അതിനപ്പുറം അവർ പറയാൻ തയ്യാറാകുന്നില്ല. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇത് സർക്കാർ പരിപാടിയല്ല, കേരളീയവുമായി ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. തൃശ്ശൂരിൽ നടന്നത് പാർട്ടിയുടെ പരിപാടിയാണ്. അവിടെ പോയപ്പോൾ പോലും കൺട്രോൾഡായിട്ട്, താങ്കൾ പറഞ്ഞ പോലെ കൺട്രോൾഡായിട്ട് മാത്രമേ വർത്തമാനം പറയുവാൻ സാധിക്കുന്നുള്ളൂ ഗോവിന്ദ മാഷക്ക്. അല്ല, അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇപ്പം ശോഭനയ്ക്ക് അവിടെ പോകാൻ പാടില്ല എന്ന് ഇന്ത്യ ഭരണഘടനയിൽ എവിടെ പറഞ്ഞിട്ടില്ലല്ലോ ആ അർത്ഥത്തിൽ. പിന്നെ രാഷ്ട്രീയമായി ശോഭന എന്ത് നിലപാടെടുക്കുന്നുള്ളൂ? ശോഭന സുരേഷ് ഗോപി BJP-കാരനാണ്, അത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു നടൻ അടുത്ത കാലത്ത് BJP-ആണ് വലിയ കാര്യമായിട്ട്, അല്ലെങ്കിൽ വേറെ നടന്മാർ, അല്ലെങ്കിൽ ക്രിക്കറ്റർമാർ, ആർക്കും BJP ആവാം, ആർക്കും കോൺഗ്രസും ആവാം. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം ശോഭന മാത്രമല്ലോ, ഇതിനു മുമ്പ് പലരും പോയിട്ടില്ലേ? പല പ്രമുഖ വ്യക്തികളും BJP-യിലേക്ക് പോയിട്ടുണ്ട്, കേരളത്തിലും പോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. BJP-യിൽ ഇതിപ്പോൾ അവർ BJP ചേർന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ പ്രസംഗം അറിഞ്ഞോ അറിയാതെയോ മോഡിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മോഡിയെ പുകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ വേറെ വല്ല കാര്യം, ഇന്ത്യ ഒളിമ്പിക്സ് നേടുന്നതിന്, ഒളിമ്പിക്സ് കൊണ്ടുവരുന്നതിന് നല്ലതെന്ന് അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. നല്ല കാര്യം, എനിക്കിഷ്ടമായി. 1936 ഇന്ത്യയിൽ ഒളിമ്പിക്സ് കൊണ്ടുവരാൻ
ശ്രമിക്കണമെന്ന് അഞ്ജു ബോബി ജോർജ് ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ പറഞ്ഞു. നല്ല കാര്യം, ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരട്ടെ, ആര് ഭരിച്ചാലും ഇന്ത്യയിൽ ഒളിമ്പിക്സ് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതുപോലെയല്ല ഇവിടെ. ശോഭന പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ സ്ത്രീ നേരത്തെ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി മഞ്ജുഷേ, അവിടെ എന്തേ CK ജാനു എന്നൊരാളുണ്ടായിരുന്നല്ലോ കേരളത്തിൽ, ഇവരുടെ മുന്നണിയിലുള്ള ആളാണല്ലോ, എന്തേ വരാഞ്ഞത്? എന്തേ CK ജാനു കേരളത്തിൽ പ്രമുഖ വ്യക്തിയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു NDA ആ കേരളത്തിൽ അങ്ങനെയാണെങ്കിലും എന്താ ആദിവാസികൾ അവർ വന്നൂടെ? കേരളത്തിലെ ആദിവാസികൾ വന്നൂടെ? ദളിത് നേതാക്കന്മാർ വന്നൂടെ? അവരുടെ സ്ത്രീകളില്ലേ? അപ്പോൾ പ്രശ്നം BJPയുടെ ചില രാഷ്ട്രീയങ്ങൾ, അതിൻ്റെ സവർണ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയം അവിടെ വളരെ വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ അത്തരമൊരു ട്രാപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. അറിഞ്ഞുകൊണ്ട് പോയതാണെങ്കിൽ ശോഭന പറയുകയാണ് എനിക്കറിയായിരുന്നു, ഞാൻ അങ്ങനെയാണ് പോയത് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷെ അതെന്തായാലും ശോഭനയെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോഴും അധിക്ഷേപിക്കുന്ന തരത്തിലൊരു വാക്ക് ആരെയും പറയാൻ പാടില്ല. നമ്മുടെ ജനാധിപത്യം ഇതുവരെ പരിപൂർണമായിട്ടില്ല. നേരത്തെ ഗോകുൽ പറഞ്ഞ ശരി, അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല ഗോകുലിൻ്റെ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും സ്വാധീനം, സംഘബലം വെച്ച് അഭിപ്രായം പറയുന്നവരെ അങ്ങ് ഇല്ലാതാക്കുക. അത് ജനാധിപത്യം, അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ്. ആളുകൾ ചില കുറച്ച് കഴിഞ്ഞാൽ മാൻ ഹാൻഡിൽ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് ലിഞ്ചിങ് പോലെ അതുപോലെ തെറി പറയുന്ന പോലെയൊക്കെ വരും, അല്ലെങ്കിൽ ആളെ കൈകാര്യം ചെയ്യും ഫിസിക്കലായി. അതൊന്നും ശരിയല്ല. അതിനെതിരെ നമുക്ക് നിലപാടെടുക്കണം. ജനാധിപത്യപരമായി ശോഭനയുടെ അഭിപ്രായമാണെങ്കിൽ ശോഭന അറിഞ്ഞിട്ടാ പറയണേ, ശോഭന പറയട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തിപരമായ അവരുടെ ഭരണഘടന പറയുന്നൊരു അഭിപ്രായ അവകാശമല്ലേ 19 ആർട്ടിക്കിൾ. ശരി, ശ്രീ വസന്ത്, ഇപ്പോൾ ഈ സൈബർ ബുള്ളിംഗ് നടത്തുന്നതിൽ നിങ്ങളുടെ ആളുകൾ ഉണ്ടോ? താങ്കൾ ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഫേസ്ബുക്കിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിംഗ് നടത്തുന്നതെന്ന്. പക്ഷേ നിങ്ങൾ മറ്റൊരു സമരരംഗത്താണ്. താങ്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ആയതുകൊണ്ട് കൂടി പറയുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ എന്തൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് കാണിക്കാൻ ശ്രമിച്ചത് എന്ന്. ഒന്ന്, ശോഭന വേദിയിൽ പങ്കെടുത്തതിൽ ഇപ്പോൾ സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും, ഇവൻ അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും, ഇനി അഥവാ ഒരു ഇരവാദം സൃഷ്ടിച്ച് ശോഭനയ്ക്ക് അനുകൂലമായി അത് BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി BJP തന്നെ BJP സ്പോൺസേഡ് സൈബർ ബുള്ളിംഗ് ആണ് നടക്കുന്നതെങ്കിലും, ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ആണെങ്കിലും അത് എതിർക്കപ്പെടേണ്ടതാണ്. കാര്യം ഈ രാജ്യത്ത് എന്തഭിപ്രായമാണെങ്കിലും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അത് ശോഭനയ്ക്കുമുണ്ട്. അത് അവർ പറഞ്ഞു എന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവർ അവിടെ പോയതിനോട് നമുക്ക് വിമർശിക്കാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ അവർ അവിടെ പറഞ്ഞ രാഷ്ട്രീയത്തോട് പൂർണ്ണമായും വിയോജിപ്പുണ്ട്. അത് രേഖപ്പെടുത്തിയേ മതിയാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയേക്കാൾ നന്നായി ഇന്നലെ അവിടെ BJPയുടെ ഒരു ക്യാപ്സ്യൂൾ പ്രസംഗിച്ചത്, BJPയുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്യാപ്സ്യൂൾ ഇന്നലെ അവിടെ ഡെലിവർ ചെയ്തത് ശോഭനയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇന്നലെ ശോഭന പറയുകയാണ്, ഒരുപക്ഷെ വനിതാ സംവരണ ബില്ലല്ലായിരുന്നു ഇന്നലെ ശോഭന അവിടെ സംസാരിക്കുന്നതെങ്കിൽ ഇന്ന് ഞാനും മഞ്ജുഷും നീലകണ്ഠൻ സാറും ഒക്കെ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ശോഭന മോദിയെ പോലെ ഒരാളുടെ വേദിയിൽ പോയിരിക്കുന്നത്? എന്തിനാണ് BJPയുടെ RSSന്റെ സംഘിന്റെ വേദിയിൽ ശോഭനയെ പോലെ ഒരാൾ വേദി പങ്കിടുന്നത് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ശോഭന ഇന്നലെ അവിടെ പറഞ്ഞു. ഇതാ നോക്കൂ, വനിതാ സംവരണ ബില്ല് അത് കൊണ്ടുവന്നത് മോദി സർക്കാരാണ്. അതുകൊണ്ട് ഞാൻ ആ മോദി സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുകയാണ്. പക്ഷേ ശോഭന തിരിച്ചറിയേണ്ട 2-3 രാഷ്ട്രീയ ചരിത്രങ്ങളുണ്ട്. ഒന്ന്, വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഗിമ്മിക് ഉണ്ടല്ലോ, ഈ ഇലക്ഷൻ ഗിമ്മിക്, രാജസ്ഥാനും മധ്യപ്രദേശിനും മുമ്പായി BJPക്ക് ഡെലിവർ ചെയ്യേണ്ടി വന്ന ആ ഇലക്ഷൻ മാജിക്, ആ ഇലക്ഷൻ മാജിക് 2034 പോലും ആക്ച്വൽ ഡെലിവറൻസിലേക്ക് എത്തുമോ എന്ന് മോദി സർക്കാരിൽ മോദിക്കോ അമിത്ഷായ്ക്കോ, എന്തിനേറെ പറയുന്നു നിർമ്മല സീതാരാമന് പോലും പറയാൻ പറ്റില്ല. 2024 എന്നല്ല ഞാൻ പറഞ്ഞത്, 2034 10 വർഷം കഴിഞ്ഞാൽ പോലും ആ ബില്ല് നടപ്പിലാക്കപ്പെടുമോ എന്ന് BJPക്കോ BJPയുടെ കേന്ദ്രങ്ങൾക്കോ പറയാൻ പറ്റുന്നില്ല. ഒന്ന്. രണ്ട്, നിങ്ങൾ പറയുന്ന ഈ വിരോധമുണ്ടല്ലോ, അത് അവിടെ പങ്കെടുത്ത ആളുകൾക്കില്ല, പങ്കെടുത്ത സ്ത്രീകൾക്കില്ല. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അവരാരും BJPയുടെ അംഗങ്ങളല്ലല്ലോ. ഇതുവരെ അവർക്ക് BJPയിലുള്ള താല്പര്യം അതവർ പ്രകടമാക്കിയിട്ടുമില്ലല്ലോ. ശോഭന മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യവും ഞാൻ പറയുകയാണ്. അല്ലല്ല, അവിടെ വേദിയിൽ പങ്കെടുത്തവരുടെ കാര്യം അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവിടെ തടിച്ചുകൂടിയ ആരവം, പുരുഷാരവം എന്ന് പറയുന്നത് എന്റെ നാട് കോട്ടയത്താണ്, കോട്ടയം കാഞ്ഞിരപ്പള്ളി, കോട്ടയത്തിന്റെ ഇങ്ങേയറ്റമാണ്. ഇവിടുന്ന് 3 ബസ് പോയിട്ടുണ്ടായിരുന്നു. BJPയുടെ തൃശ്ശൂരിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോയത് 3 ബസ്സാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ ആളെ കൂട്ടിയത് വിവിധ ജില്ലകളിൽ നിന്നാണ്. ഇനി വേദിയിൽ പങ്കെടുത്തവർ, അതിലിപ്പോ PT ഉഷ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ, ഇപ്പൊ ഇവിടെ നിന്ന് തന്നെയുള്ള ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു.
ഇവരൊക്കെ BJP-യോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു സർപ്രൈസിങ് ഇൻവൈറ്റി എന്ന് പറയുന്നത് ശോഭന തന്നെയായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്നയാള് എന്നാണല്ലോ പറയുന്നത് മറിയക്കുട്ടി. CPM അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ, മറിയക്കുട്ടിയെ കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണെന്ന്. പക്ഷേ ആ പാളയത്ത് നിന്ന് മറിയക്കുട്ടി ഇപ്പോൾ എവിടെ എത്തി, ഏത് വേദിയിലേക്ക് എത്തി? അതും നിങ്ങൾ അങ്ങനെ ഒരു കളിയാക്കൽ നേരിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയയിലെ അപക്വമായ ചില കളിയാക്കലുകളാണ്. മറിയക്കുട്ടി അവർ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം അവരുടെ പെൻഷൻ തുക കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അത് കോൺഗ്രസ് ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. കാര്യം ഞങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷമാണ്, ഞങ്ങൾ അത് ഏറ്റെടുത്തു. 2, ഞങ്ങൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് നിയമസഹായമാണ്. ഹൈക്കോടതിയിലടക്കം നിയമസഹായം യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചു, അത് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. നാളെ അവർക്ക് ഹൈക്കോടതിയിലെ വിധിയിൽ സംതൃപ്തിയില്ല, സുപ്രീം കോടതിയെ സമീപിക്കണം എന്നവർ ആഗ്രഹിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം, അവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഹായം ഉണ്ടാവും. അതിൽ സംശയമൊന്നും വേണ്ട. അവർ BJP വേദിയിൽ പോയി എന്ന് പറഞ്ഞ് അവർ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം, ഞാനതാണ് പറഞ്ഞത്, ശോഭന BJP വേദിയിൽ പോയതല്ല നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത്, ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത് അവരവിടെ പറഞ്ഞ രാഷ്ട്രീയം, അതാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും മറിയക്കുട്ടി BJP വേദിയിൽ പോയി എന്നത് ഞങ്ങളെ സംബന്ധിച്ച് മാറ്റർ അല്ല. പക്ഷെ അവർ മുമ്പോട്ട് വെച്ച ചില രാഷ്ട്രീയം, ആ രാഷ്ട്രീയം സാധാരണക്കാരന്റെ പെൻഷൻ കിട്ടാത്തവന്റെ, കറണ്ട് ബില്ല് കൂടിയതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവന്റെ, വാട്ടർ ബില്ല് കൂടിയതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നതിന്റെ രാഷ്ട്രീയമാണ്. അതിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഒരു കാര്യം കൂടി ശ്രീ മഞ്ജുഷ്, ഈ ശോഭന മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വനിതാ സംവരണ ബില്ല് അത് ഒരു ദിവസം രാവിലെ പൊട്ടിമുളച്ചതൊന്നുമല്ല. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് രാജീവ് ഗാന്ധിയാണ്. മാർഗരറ്റ് ആൽവ കമ്മീഷൻ വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുക്കം 33% ഈ ലോക്കൽ ബോഡീസിൽ 73-74 അമെന്റ്മെന്റുകളിലൂടെ ഇതൊക്കെ കൊണ്ടുവന്നതുമൊക്കെ കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ ആ ക്യാമ്പയിനൊന്നും ഏസിയിട്ടില്ലെന്ന് വേണം കരുതാൻ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ പലതവണ പറയുന്നു ഈ മോദിയെ അകറ്റി നിർത്തണം, BJP വേദികളിൽ പോകരുത് എന്നൊക്കെ പറയുമ്പോഴും പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അത് BJP പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും കാര്യമാണെങ്കിൽ ഓക്കെ, അതങ്ങനെയല്ല. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ളവർ പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പാർട്ടി പരിപാടിയാണെങ്കിൽ പോലും, സർക്കാർ പരിപാടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. പാർട്ടി പരിപാടിയിൽ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ, താങ്കളുടെ മറുപടി. ഇതിൽ ശോഭന ചിലപ്പോൾ അറിയാതെ പറഞ്ഞതായിരിക്കും ഈ വനിതാ സംവരണ ബില്ലിനെ കുറിച്ചും, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രസംഗവും അറിയാതെ പറഞ്ഞതായിരിക്കാമെന്നാണ് CRന്റെ ഒരു നിലപാട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ പല ആളുകളും കുറിപ്പിടുമ്പോൾ അതിനകത്ത് പറയുന്നത് ശോഭന ഇതിനു മുൻപ് തൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരെ എവിടെ വിളിച്ചാലും, ഏത് സമ്മേളനത്തിൽ വിളിച്ചാലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പോകും, അതിന് വിമർശിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഈ സംഘപരിവാറിനോടോ BJPയോടോ അടുപ്പമുള്ളത് കൊണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടോ ഒന്നുമല്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. അല്ല, വഴിയെ പോകുന്നിടത്തൊക്കെ വലിഞ്ഞു കയറിയിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ ദേശീയ അവാർഡ് നേടിയ രാജ്യം ഇത്രയേറെ അഭിനന്ദിച്ച ഒരു ശോഭനയെ പോലൊരു നടി എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണല്ലോ, താൻ എവിടെയാണ് പോകുന്നതെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഒരു വേദിയിലേക്ക് വരുന്നതും അവർ ആ വേദിയിലിരിക്കുന്നതും. അപ്പോൾ ഈ കരയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പല കാരണങ്ങളുണ്ടാകും. അവരതിനനുസരിച്ച് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ ആ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ വിഷമത്തിൽ തൽക്കാലം പങ്കുചേരാൻ ഞങ്ങളെ കൊണ്ട് നിർവാഹമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസിൻ്റെ അന്ന് നമ്മുടെ അഞ്ജു ബോബി ജോർജ് പറഞ്ഞതിന് ശ്രീ CR നീലകണ്ഠൻ അദ്ദേഹം മറ്റൊരു തലത്തിൽ അവതരിപ്പിച്ചു. 2036 ഒളിമ്പിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള നിലയിൽ അഞ്ജു ബോബി ജോർജ് പറഞ്ഞു എന്നുള്ള ഇതിൽ അങ്ങനെയല്ല. ജോൺ ബ്രിട്ടാസ് തന്നെ വലിയ വിമർശനമൊക്കെ അഞ്ജു ബോബി ജോർജിനെതിരെ ഉന്നയിച്ചിരുന്നു. എന്താണ് അഞ്ജു ബോബി ജോർജ് പറഞ്ഞത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഒരു അത്ലറ്റായിട്ട് വരാൻ കഴിയാതിരുന്നതിലുള്ള ദുഃഖം എനിക്കുണ്ട് എന്നാണ്. അങ്ങയുടെ കാലത്ത് എനിക്കൊരു അത്ലറ്റ് ആകാൻ കഴിഞ്ഞില്ലല്ലോ, കാരണം അത്രയേറെ പ്രോത്സാഹനമാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അഞ്ജു ബോബി ജോർജ് പറഞ്ഞത്. അപ്പോൾ ഒരു അംഗീകാരം പോലും, ഒരു മെഡൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പോലും ഒരു അംഗീകാരം പോലും തനിക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ പാരിതോഷികം നൽകുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കായിക താരങ്ങൾക്ക് അവർ മെഡൽ നേടിയിട്ട് വരുമ്പോൾ, അവർ വലിയ വിജയങ്ങൾ നേടിയിട്ട് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അംഗീകാരം, അവർക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം, സർക്കാർ തലത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കയ്യടികൾ, ഇതൊക്കെ കാണുമ്പോൾ തനിക്കും അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് അഞ്ജു ബോബി ജോർജ് പങ്കുവെച്ചത്. അതാണ് മഞ്ജുഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനനുസരിച്ച് അവരുടെ അഭിപ്രായത്തിനല്ല അവിടെ, ഇവർ പറയുന്ന അഭിപ്രായം അവർ പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ
CR നീലകണ്ഠൻ പറയുന്നുണ്ട് കായിക താരങ്ങൾ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. ഏത് കായിക താരങ്ങളാണ്? ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ലധികം 100-ലധികം ജൂനിയർ ആയിട്ടുള്ള ഗുസ്തി താരങ്ങളാണ് രംഗത്തിറങ്ങിയത്, റോഡിലേക്ക് ഇറങ്ങിയത്, തെരുവുകളിലേക്ക് ഇറങ്ങിയത്. എന്തിനാണ്? ഈ 3 പേർ രാഷ്ട്രീയം കളിക്കുകയാണ്, ഞങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ അവരെ കാണുന്നില്ലേ? PT ഉഷ അധ്യക്ഷയായിട്ടിരിക്കുന്ന ഒളിമ്പിക് അസോസിയേഷൻ അവർ പറയുന്ന അഭിപ്രായത്തിനെ കാണുന്നില്ലേ? മേരി കോം എന്ന് പറയുന്ന അവർ പറയുന്നത് കാണുന്നില്ലേ? യോഗേശ്വർ ദത്ത് എന്ന് പറയുന്ന ഗുസ്തി താരം, അദ്ദേഹം ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ട് വന്നയാളാണ്, അദ്ദേഹം പറയുന്ന അഭിപ്രായം കേൾക്കുന്നില്ലേ? അപ്പോൾ ഇവർക്ക് താല്പര്യമില്ലാത്ത ആരുടെ അഭിപ്രായം കേൾക്കണ്ട. ഇവരുടെ രാഷ്ട്രീയത്തിനോടനുസരിച്ച് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഗിമ്മിക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാവരും നിന്നുകൊള്ളണം എന്ന് പറയുന്ന വാശി ഇത് എവിടുത്തെ നയമാണ്? ഇതെന്ത് തരം രാഷ്ട്രീയമാണ്? ഈ രാഷ്ട്രീയത്തിന് അംഗീകരിച്ചു പോകാനൊന്നും കഴിയില്ല. പിന്നെ ഇവിടെ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നരേന്ദ്രമോദി പലതും പറയും, അതൊന്നും കൊണ്ടുവരില്ല. നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നരേന്ദ്രമോദി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്ത് കളയുമെന്ന് പറഞ്ഞു, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു. അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവമുണ്ട്, അദ്ദേഹം അത് നടപ്പിലാക്കി തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് മോഡി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം അത് നടപ്പിലാക്കുകയും ചെയ്യും. വനിതാ സംവരണ ബില്ല് മാത്രമല്ലല്ലോ, 2014 വരെ ഇന്ത്യൻ ജനതയുടെ 35% മാത്രമാണ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നത്. ബാക്കി 65% വീടുകളിലെ സ്ത്രീകൾ എന്തായിരുന്നു അവസ്ഥ എന്നുള്ള കാര്യം ഉത്തരേന്ത്യയിലേക്ക് പോയി നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാലോ. ഉത്തരേന്ത്യയിലേക്ക് മാത്രമല്ല, സ്ത്രീരത്നങ്ങളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ CK ജാനുവിനെ കണ്ടില്ലല്ലോ എന്ന്. അല്ല, CK ജാനു ഇതിനു മുമ്പ് നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുന്നത് CR നീലകണ്ഠൻ കണ്ടിട്ടില്ലേ? അന്ന് അവർ ജാതി എന്താ വേറെയായിരുന്നു, ഇപ്പോൾ ജാതി മാറി വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ പലതും ഉണ്ടാകാം. അല്ലാണ്ട് അതിനിടയിലേക്കൊക്കെ ജാതി വലിച്ചിടുന്നത് ചിലരുടെ മനസ്സിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എന്തിനാണ് ജാതി കാണുന്നത്? ഇന്നലെ കഴിഞ്ഞ ദിവസം വേദിയിലിരുന്ന എല്ലാവരുടെയും ജാതി അദ്ദേഹത്തിന് അറിയുമോ? അവരുടെ ആരുടെയൊക്കെ ജാതിയാണ് അദ്ദേഹം പോയി പൊക്കി നോക്കിയത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആരുടെയൊക്കെ ജാതിയാണ് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് എടുത്ത് കണ്ട് അദ്ദേഹം സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? എല്ലാവരുടെയും ജാതി അദ്ദേഹത്തിന് മനസ്സിലായോ എന്തായിരുന്നു എന്നുള്ള കാര്യം? CK ജാനു ഇതിനു മുമ്പ് നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. വേദി പങ്കിടാത്ത ആളാണോ CK ജാനു? എത്രയോ അധികം ദളിത് നേതാക്കൾ അല്ലെങ്കിൽ ആദിവാസി നേതാക്കൾ ഇപ്പോൾ BJP ആയിട്ട് വേദി പങ്കിടുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ BJP ജയിച്ചതിന് ശേഷമല്ലേ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയത്? അല്ലാണ്ട് ജയിക്കുന്നതിന് മുൻപ് ഒരാളുടെ പേര് പറഞ്ഞ് മത്സരിക്കുകയും വേറൊരു തലത്തിലല്ലല്ലോ വന്നത്. ജയിച്ച് കഴിഞ്ഞതിന് ശേഷം ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രി ആക്കാമെന്നുള്ളൊരു സാഹചര്യത്തിൽ പോലും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJPയുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. അതാണ് BJPയുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പറയുന്ന കാര്യം എന്താണോ അത് നടപ്പിലാക്കുവാനുള്ള ആർജവമുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഒരു ഐഡിയോളജി ഉള്ളൂ, ആ ഐഡിയോളജി ഞങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ വെള്ളം ചേർക്കുന്ന പരിപാടിയില്ല, അതിൻ്റെ അകത്ത് ആരെയും മാറ്റി നിർത്തുന്ന പരിപാടിയും ഇല്ല. ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകാൻ നോക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മുദ്രാവാക്യമല്ല. നോക്കൂ മഞ്ജുഷ, കഴിഞ്ഞ ഒരു 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കോവിഡിൻ്റെയൊക്കെ സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വലിയൊരു വിവാദമായിരുന്നു. ലക്ഷദ്വീപിൽ എന്തോ BJP എന്തോ പ്രശ്നം ഉണ്ടാക്കും പോകുന്നു. അവിടെ ഖേരു മീട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് തെങ്ങിലടിച്ചതിനെ തെങ്ങിനെ വരെ കായ്വൽക്കരിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്? ലക്ഷദ്വീപിനെ ടൂറിസം മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എത്രമാത്രം പ്രൊമോഷൻ അവിടെ ചെയ്യാൻ പറ്റുമോ അവിടെ ചെയ്യുകയാണ്. അവിടെ 90-95% മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപിനോട് എന്ത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എടുക്കുന്നത്? ആ ലക്ഷദ്വീപിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ല്ലേ ശ്രമിക്കുന്നത്? ടൂറിസം ഭൂപടത്തിൽ മറ്റൊരു തലത്തിലേക്ക് ലക്ഷദ്വീപിനെ കൊണ്ടുവരാനല്ലേ ശ്രമിക്കുന്നത്? മാൽദീവ്സിനെ പോലൊരു രാജ്യത്തിന് ഏറ്റവും കനത്ത വെല്ലുവിളി ഉയർത്തി നമ്മുടെ മേഖലയിലെ അവർക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൂറിസം പോലും ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ബ്രാൻഡിങ്ങും അല്ലേ നരേന്ദ്രമോദി ഇന്ന് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ശോഭന എന്തോ വളരെ മോശം ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഓരോ നിമിഷവും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CR പറഞ്ഞ ഒരു കാര്യം, ഇത് BJPയും ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. ഇപ്പോൾ CR ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ബുള്ളിങ് നടക്കുന്നുണ്ട്. കാര്യം ചോദിക്കട്ടെ, കേരളീയ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം മമ്മൂട്ടി പോകുന്നുണ്ട്, മോഹൻലാൽ പോയി, ഇതേ ശോഭന പോയി. ഇവരെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇനി CPMന്റെ വേദിയിൽ തന്നെ എത്രയോ രാഷ്ട്രീയ താരങ്ങൾ പോകുന്നുണ്ട്. അവർ രാഷ്ട്രീയ താരങ്ങൾ അല്ല സിനിമാ താരങ്ങൾ പോകുന്നുണ്ട്. ഈ സിനിമാ താരങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയി എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും അധിക്ഷേപിക്കുന്നുണ്ടോ? ഇല്ലല്ലോ.
പിന്നെ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പിന്തുണയ്ക്കുന്നവർ വരികയും അതിന് മറുപടി പറയുകയും അവിടെ പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യും. അതിനൊന്നും ഞാൻ അനുകൂലിച്ച് സംസാരിക്കുന്നതല്ല. പക്ഷെ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കാര്യം രാഷ്ട്രീയമാണ്. ചായക്കടയിൽ സംസാരിക്കുന്നത് പോലെ ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ പണ്ട് ചായക്കടയിൽ സംസാരിക്കുമ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് പോലെയും അത് പലതും വാഗ്വാദത്തിലും കടിപിടിയിലും ഒക്കെ എത്തുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും. സാധാരണ മനുഷ്യർ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. ഒരു വേദിയിൽ പോയതിന്റെ പേരിൽ ഒരാളെ പിൻ പോയിന്റ് ചെയ്ത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാളുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങളെ, ധർമ്മജൻ ഉൾപ്പെടെ അല്ലെങ്കിൽ രമേശ് പിഷാരയുടെ ഉൾപ്പെടെ ചോദിച്ചു നോക്കൂ എന്താണ് സംഭവിക്കുന്നതെന്ന്. എല്ലാവരും ഇത് അനുഭവിക്കുന്നതാണ്. ശരി, ഈ ഇടത് അനുഭവം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണോ ശ്രീ CR നീലകണ്ഠൻ ഇത്തരത്തിലുള്ള ഈ ശോഭനയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്? അല്ല, 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒരു കാര്യം, ഇടത് നിലപാട് എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ നിലപാട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇടത് വലുത് എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇടത് എന്ന് പറഞ്ഞാൽ ഉടനെ LDF ആവോ അല്ലെങ്കിൽ കോൺഗ്രസ് ആവോ, നെഹ്റു ഇടതുപക്ഷമായിരുന്നോ, ഇന്ദിരാഗാന്ധി ഇടതുപക്ഷമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ പ്രശ്നമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രശ്നം അതല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച്. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട ഭാഷ സംസാരിക്കുക, അതിൽ പറയുക, ചോദ്യത്തിന് മറുപടിയൊന്നുമല്ല. അതവിടുന്ന് ആ രാഷ്ട്രീയം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും പറഞ്ഞല്ലോ, ഈ വനിതാ സംവരണ ബിൽ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് ചിരിയാ വരണേ. മോഡിക്ക് ഗ്യാരണ്ടി വേറെ കുറച്ചുണ്ടായിരുന്നു. ഈ കാശ്മീർ കാര്യമോ അല്ലെങ്കിൽ പൗരത്വ നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് 50 രൂപയ്ക്ക് പെട്രോൾ തരാന്നുണ്ടായിരുന്നു, 40 രൂപയ്ക്ക് ഡീസൽ തരാന്നുണ്ടായിരുന്നു, ഗ്യാസ് 300 രൂപയ്ക്ക് തരാന്നുണ്ടായിരുന്നു. അതിന്റെ വിലയൊക്കെ ഏതാണ്ട് അത്ര തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കും. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞു. അല്ല, അതൊക്കെ അത് ഇഷ്ടംപോലെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാൻ പറ്റില്ല. 50 രൂപയ്ക്ക് പെട്രോൾ തരാം. അല്ലല്ല, ഇപ്പോ BJPയുടെ പ്രകടന പത്രിക വായിച്ചിട്ടാണോ BJPക്ക് വോട്ട് ചെയ്യണേ? BJP നേതാക്കന്മാർ 100 കണക്കിന് ആരെങ്കിലും വഴിയിൽ നിന്ന് കവലപ്രസംഗം നടത്തുന്നതിനൊക്കെ കേന്ദ്രത്തിൽ അവരെ നടക്കുന്ന ആളാണ് സാർ. ആരെങ്കിലും അല്ല, ഔദ്യോഗിക. ഇപ്പൊ താങ്കൾ 50 രൂപ ഇവിടെ പെട്രോള് വില കൂടിയപ്പോൾ ഉരുട്ടി, ഗ്യാസ് കുറ്റി ഉരുട്ടി, പെട്രോൾ നിൽക്കൂ ഞാൻ പറഞ്ഞ കേൾക്കൂ, ഗ്യാസ് കുറ്റി ഉരുട്ടലും സൈക്കിൾ ചവിട്ടലും കാളവണ്ടി ഓടിക്കലും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ അതൊക്കെ അന്ന്, അത് 2014 മുമ്പ്. 2014 ശേഷം പെട്രോളിന്റെ വില കുറഞ്ഞോ കൂടിയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കൂടിയില്ല. അപ്പൊ മോഡിക്ക് ഗ്യാരണ്ടി ഒക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യനെ ബാധിക്കുന്ന കാര്യത്തില്ല. ഏത് 10 വർഷത്തിലാണ് വില താഴേക്ക് പോയെന്നൊന്ന് പറയാമോ? ലോകത്ത് ഏത് രാജ്യത്തിലാണ് വില കുറഞ്ഞതെന്നൊന്ന് പറയാമോ? USA വില കുറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 2014 വില? അല്ലല്ല, അതോ നിൽക്കട്ടെ, അതോ അല്ലല്ല. ഇപ്പൊ നിങ്ങൾ ഫാസിസം കാണിക്കല്ലേ സുഹൃത്തെ, ഫാസിസ്റ്റ് ആവല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അതുണ്ടാവാം, എന്നോട് ചേരുത്. ഞാൻ പറഞ്ഞു തീരട്ടെ, അതുവരെ നിങ്ങൾ ഇതിനായി പറയണേ. നിങ്ങൾ പറയണ എല്ലാ സംബന്ധവും ഞാൻ കേട്ടിരുന്നില്ലേ? എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് കാര്യം നിങ്ങൾ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ കൈ ഉയർത്തി. ഇതാ നിങ്ങളുടെ പ്രശ്നം. അല്ല, അസംബന്ധം എന്താ നോക്കട്ടെ, അതൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ. എൻ്റെ ചോദ്യം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ലക്ഷദ്വീപിലെ കാര്യം. ലക്ഷദ്വീപ് പൂർണ്ണമായും ഒരു ഇതായിരുന്നു, നിങ്ങൾക്കറിയോ, മദ്യനിരോധന മേഖലയായിരുന്നു. 97% മുസ്ലിങ്ങളാണ്. അവിടെ മദ്യ ഷാപ്പുകൾ കൊണ്ടുവരാൻ പോവുക ടൂറിസത്തിൻ്റെ പുറത്ത്. അത് ഗോകുൽ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അതിനെതിരെയാണ് അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം വന്നത്. ആ പ്രദേശത്ത് മദ്യം കൊണ്ടുവരികയും മദ്യത്തിൻ്റെ അതവരുടെ വിശ്വാസമാണ്, അതവരുടെ ജീവിത രീതിയാണ്. മദ്യത്തിനെതിരായ ഇസ്ലാമിക നിലപാട് നമുക്കറിയാം. ഇനി അതുകൊണ്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ശോഭന എന്നല്ല, നമ്മുടെ നാട്ടിലെ അധികാരവർഗത്തിൻ്റെ കൂടെ, അധികാരം ആർക്കാണോ അയാളുടെ കൂടെയൊക്കെ ആളുകൾ ചെല്ലും. അത് ഇദ്ദേഹമായാലും ഇന്ദിരാഗാന്ധി ആയാലും വാജ്പേയിലും ചെല്ലും. അധികാരികളുടെ കൂടെ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ഗ്യാങ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികാരത്തിൻ്റെ ശീതളഛായയിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലും ഉണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ശീതളഛായയിൽ നിൽക്കുന്നവരുണ്ട്. നാളെ UDF വന്നാൽ അതിൻ്റെ ശീതളഛായയിലും ഒക്കെ കുറേ ആളുകൾ കാണും. ഇല്ല, ഇനി അദ്ദേഹം പറഞ്ഞ ഗുസ്തി താരങ്ങളുടെ കാര്യം, അതെനിക്ക് നല്ല ഇഷ്ടമായി. കുറേ താരങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. കുറേ താരങ്ങൾ ഇതിനെതിരായി നിൽക്കും. എന്ത് സമരം നടത്തിയാലും അങ്ങനെ നിൽക്കില്ലേ? ഏത് പ്രശ്നം നമ്മൾ ഉന്നയിച്ചാലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രശ്നം പറഞ്ഞാൽ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആ കുഴപ്പമുണ്ടായില്ലോ, പിന്നെ നിങ്ങളെന്തിനാണ് ഇതിന് പറയണേ എന്ന് ചോദിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ അത് പിരിച്ചുവിട്ടല്ലോ. ആ സാധനം പിരിച്ചുവിടേണ്ടി വന്നില്ലേ? തെരഞ്ഞെടുത്തൊരു സമിതിയെ സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ചെയ്യേണ്ടി വന്നില്ലേ അവരുടെ സമരം കൊണ്ട്? അപ്പോൾ അവരുടെ സമരം വെറുതെ ആയിരുന്നില്ല.
ആയിരക്കണക്കിന് താരങ്ങൾ തെരുവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ എനിക്കും ആളുകളെ കൊണ്ട് പറയിക്കാൻ പറ്റും. പണ്ടൊരു കേസിലെ പ്രതി പറഞ്ഞ മാതിരി ഒരു ദൃക്സാക്ഷി നിങ്ങൾ പറഞ്ഞുള്ളൂ ഇയാൾ കണ്ടു എന്ന്, ഞാൻ 1000 പേരെ കൊണ്ടുവരാൻ കണ്ടില്ല എന്ന് പറയാൻ. അതുകൊണ്ട് എന്താ കാര്യം? ശരി, സിആർ, ഈ അഞ്ജു ബോബി ജോർജിന്റെ കാര്യം താങ്കൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അഞ്ജു ബോബി ജോർജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും അദ്ദേഹം ഭരണത്തിലുള്ളതിനാൽ കായിക രംഗം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെയും കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അഞ്ജു ബോബി ജോർജ് പറഞ്ഞത് അവർ ആദ്യമായി ഒരു മെഡൽ നേടി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർക്ക് കിട്ടാതെ പോയ സ്വീകരണത്തെക്കുറിച്ചും അംഗീകാരങ്ങളെക്കുറിച്ചുമാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു അത്ലറ്റായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ കാലം ഇതായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു എന്നതാണ്. അത് പറ്റാത്തതിനെ കുറിച്ചുള്ള ദുഃഖമാണ് അവർ അവിടെ പങ്കുവെച്ചത്. അതായത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയായിരുന്നു ശോഭനയെ പോലെ തന്നെ അഞ്ജുവും. ഞാൻ പറഞ്ഞത് മഞ്ജു ബോബി ജോർജിന് അവർക്ക് കിട്ടുന്ന സ്ഥാനം അനുസരിച്ച് ഇപ്പോൾ PT ഉഷ പറയുമായിരുന്നു 84-ൽ ഞാൻ ഓടിയപ്പോൾ എനിക്ക് 4ാം സ്ഥാനം കിട്ടിയത് മോഡിയാണ് ഭരിച്ചിരുന്നെങ്കിൽ എനിക്ക് മെഡൽ കിട്ടിയേനെന്ന്. ഒരാൾ പറഞ്ഞു എനിക്കറിയില്ല അന്ന് മോഡി ഭരിച്ചിരുന്നെങ്കിൽ മെഡൽ കിട്ടിയേനെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് പ്രശ്നം അതല്ല. അഞ്ജു ബോബി ജോർജിൻ്റെ ഒരഭിപ്രായത്തെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. 2036-ൽ ഒളിമ്പിക്സ് വരികയാണെങ്കിൽ അത് മോഡി ഉണ്ടായാലും വേറെ ആരുണ്ടായാലും മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ശോഭന പറഞ്ഞ പോലെ തന്നെയാണ് അഞ്ജു ബോബി ജോർജ് അവരുടെ അനുഭവം പറയുന്നു. കാരണം അവർക്ക് സ്ഥാനവും മാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക്. അത് എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. ഞാനതിനൊന്നും കുറ്റം പറയില്ല. കാരണം ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറോട് സച്ചിൻ ടെണ്ടുൽക്കർ നാളെ രാഹുൽ ഗാന്ധി വന്നാലും സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ഗാന്ധിയായിട്ടും ആവും. ചിലപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെ ആക്കും, അല്ലെങ്കിൽ രോഹിത് ശർമ്മയാവും, വിരാട് കോഹ്ലിയാവും, ഒക്കെ ആവും. അതിലൊന്നും അതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന എല്ലാ കാലത്തും ഈ കളിക്കാരൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ ആളുകളെ പാർലമെന്റിലേക്ക് പത്രപ്രവർത്തകരെ, കളിക്കാരെ, സംഗീതജ്ഞരെ ഒക്കെ വിട്ടിരുന്ന് കോൺഗ്രസിന്റെ കാലത്തും അവർ വിട്ടിരുന്നില്ലേ? രാജ്യസഭയിലേക്ക് വിട്ടിരുന്നു. ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നിലവാരം കുറഞ്ഞ ആളുകൾ രാജ്യസഭയിലേക്ക് പോകുന്നത് ഈ നോമിനേഷനിൽ. അത് ഞാൻ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താ മഞ്ജുഷേ? ഇവിടെ ഈ രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കുന്നു. ശോഭന പറഞ്ഞ രാഷ്ട്രീയം തെറ്റാണ്. ഒന്നുകിൽ അവർക്ക് അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്. മോഡിക്ക് അല്ലെങ്കിൽ BJPക്ക് ഒരു താല്പര്യവും വനിതാ സംവരണത്തിൽ ഇപ്പോഴില്ല. നേരത്തെ പറഞ്ഞതുപോലെ നടപ്പാക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു വിഷയം വെച്ച് മോഡിയുടെ ലീഡർഷിപ്പ് വളരെ വലുതാണെന്ന് പറയുന്നത് BJPയുടെ ഗിമ്മിക്സിൻ്റെ ഏറ്റവും വലിയ പ്രചാരക എന്ന പദവി അവർക്ക് കിട്ടുക ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെയാണ് പ്രശ്നം. ആ പ്രചാരകൻ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്. നാളെ CPMൻ്റെ യോഗത്തിലോ കോൺഗ്രസിൻ്റെ യോഗത്തിലോ വന്നാൽ ഈ ഗോകുൽ എന്ത് പറയുന്നത് നമുക്കൊന്നറിയണം. നാളെ CPMൻ്റെ യോഗത്തിൽ ശോഭന വന്നാൽ ഈ ഗോകുലോ അല്ലെങ്കിൽ BJPക്കാരോ എന്തു പറയും? പിണറായി വിജയൻ മഹാനായ നേതാവാണെന്ന് പറഞ്ഞാൽ മോഡി അവിടെ നേതാവ്, പിണറായി വിജയൻ ഇവിടെ നേതാവ്. ആ ഫോർമുലയിൽ എത്തുമോ കാര്യങ്ങൾ? എനിക്കറിയില്ല. അപ്പോൾ പ്രശ്നം അവർ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. കേരളീയത്തിൽ ശോഭന വന്ന് പിണറായി വിജയൻ മഹാനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി അങ്ങനെ നാളെ വന്ന് പറഞ്ഞാൽ എന്തായിരിക്കും BJP ഹാൻഡിലുകൾ ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ നയിക്കട്ടെ എന്നോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഉദാഹരണം പറഞ്ഞ കേട്ടോ, ഒരാളുടെ അല്ല. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും BJP ഹാൻഡിലുകൾ പറയുക? അങ്ങനെ പറയുന്ന ഒരാളോട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയും, അനന്തമൂർത്തിയോട് പറഞ്ഞ പോലെ അല്ലേ? ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റാണ്. വസന്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് ആ ഒരു കാര്യം. ശോഭന കേരളീയം വേദിയിൽ പോയി കഴിഞ്ഞപ്പോൾ മഞ്ജുഷ ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ പെരുമാറിയത്. ഞങ്ങൾ ആരെങ്കിലും ശോഭനയെ അപമാനിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? മോഹൻലാലിനെ അപമാനിക്കുന്നത് കണ്ടോ? മമ്മൂട്ടി അപമാനിക്കുന്നത് കണ്ടോ? വ്യത്യാസം എന്ന് പറയുന്നത് സിആർ ചൂണ്ടിക്കാണിച്ചത് അവിടെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്ന രീതിയിലല്ല, ഒരു സെൽഫി മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ല, മുഖ്യമന്ത്രി അല്ല, അതാ ഞാൻ പറഞ്ഞത്. അവിടെ പ്രകീർത്തിച്ചതിനെതിരായിട്ട് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനോട് തെറ്റില്ല. പ്രകീർത്തിച്ചതിനെതിരായിട്ട് അവർക്ക് കണ്ടന്റ് നിരത്തി. ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. ശോഭന പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോയിന്റിനെ വിമർശിക്കാൻ അധികാരമുണ്ട്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഇതൊരു ശോഭനയുടെ മാത്രം വിഷയമല്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്തരിച്ച് കഴിയുമ്പോൾ മുതൽ നമ്മുടെ സൈബർ ഇടങ്ങളിൽ കണ്ടിരുന്ന ഒരു പ്രവണതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതൊരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മുഴുവനും വരുന്നത്. കാരണം അസ്പർശ്യത എന്ന് പറയുന്നത്, അവരെ എതിർക്കുന്നവർക്ക് മുഴുവൻ കൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ആ നിലനിൽപ്പിൻ്റെ ആവശ്യത്തിൽ നിന്നാണ് ഈ പറയുന്ന സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നത്. 1-2 ട്രോൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഈ ട്രോൾ ഗ്രൂപ്പുകളുടെ പേരിൽ മുഴുവൻ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെയ്ഡ് അറ്റാക്കാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1-2 എല്ലാ ട്രോൾ ഗ്രൂപ്പുകളല്ലേ പറയുന്നത്, 1-2 ട്രോൾ ഗ്രൂപ്പുകൾ. ഇത് ഒരു
പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. അല്ലാണ്ട് ആൾക്കാർക്ക് അവരവരുടെ രാഷ്ട്രീയം പറയാനോ, ഇപ്പോൾ നമ്മുടെ ബഹുമാനീയനായ നടൻ മുരളി, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്താണ് നിന്നിരുന്നത്, ആരെങ്കിലും അദ്ദേഹത്തെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു? അങ്ങനെ എത്രയോ പേര് പറയുന്നുണ്ട്. പക്ഷേ അനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വിമർശിക്കാൻ അധികാരമുണ്ട്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ശോഭന പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ആരോഗ്യപരമായി എതിർക്കുന്നതിന് ആർക്കാണ് വിരോധം? പക്ഷേ ഇവിടെ ഇപ്പോൾ അതല്ല സംഭവിക്കുന്നത്. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളിയിൽ ഇത്തരത്തിൽ ഈ അസ്പൃശ്യത പരത്തുന്ന സമയത്താണ് ഒരു മടിയുമില്ലാതെ രാഷ്ട്രീയ പരിപാടികളിലേക്ക്, ബി ജെ പിയുടെ രാഷ്ട്രീയ പരിപാടികളിലേക്ക്, അത് ശോഭന മാത്രമായിരുന്നില്ല, ഇപ്പോൾ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾ പോലും അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. കേരളത്തിൽ മിന്നുമന്നിയെ പോലെയുള്ള ആളുകൾ ഇന്നലത്തെ വേദിയിലുണ്ടായിരുന്നു. വ്യവസായ മേഖലയിലുള്ള ആളുകൾ പോകുന്നു. അങ്ങനെ മേഖല വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, ബി ജെ പിയിലേക്ക് ആൾക്കാരൊക്കെ പോകുന്നത് നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. ആർക്കും പോകാം, ആർക്കും പോകാതിരിക്കാം. ഒരു മിനിറ്റ്, ശ്രീ യുവരാജിന്റെ ചോദ്യം എന്നോടായിരുന്നില്ല എങ്കിൽ പോലും അതിന് ഉത്തരമാണ്. ഇത് ഇന്ത്യ ടുഡേയുടെ 2013 റിപ്പോർട്ടാണ്. ഇന്ത്യ ടുഡേ. ഇതിനുശേഷം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അദ്ദേഹം ചോദിച്ചു, എനിക്ക് തോന്നുന്നു സിആറിനോടാണ് ചോദിക്കുന്നത്, പെട്രോൾ പ്രൈസസ് 50 എത്തിക്കുമെന്ന് അല്ലെങ്കിൽ പിടിച്ചു നിർത്തുമെന്ന്, ഞങ്ങൾ പെട്രോളിയം പ്രൈസിലെ ഹൈക്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരുമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് 2014 മുമ്പ് ഏത് ബി ജെ പി നേതാവാണ് പറഞ്ഞത്? വഴിയെ പോകുന്നവർ പറയുന്നതിന് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. സാർ, വഴിയെ പോയ നിങ്ങളുടെ ഒരു ബി ജെ പി നേതാവുണ്ട്, അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, പേര് നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യ ടുഡേയുടെ. ഇത് തെറ്റാണെങ്കിൽ ഇന്ത്യ ടുഡേക്കെതിരെ കേസ് കൊടുക്കുക. നരേന്ദ്രമോദി ഹാഡ് കോൾഡ് ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് UPA ഗവൺമെന്റ്. ടുഡേ ദ പെട്രോൾ ഇസ് ദ കോസ്റ്റ്ലെസ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഗുജറാത്തിൽ സർദാർ ഇസാൻ അസദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി അറിയത്തില്ലാത്തവനാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഗുജറാത്തിലെ 2013 അദ്ദേഹത്തിന്റെ ഒരു റാലിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, അന്ന് 7 രൂപ പെട്രോളിന് പ്രൈസ് കൂടുതലായി ഉണ്ടായി. അന്ന് ന്യൂഡൽഹിയിലെ വില ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം 75 രൂപയാണ്. അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്, പണി അറിയാത്തവനാണ് രാജ്യം ഭരിക്കുന്നത്, പണി അറിയാവുന്നവരുടെ കയ്യിൽ തന്നു നോക്കൂ, ഈ പെട്രോളിയം പ്രൈസ് നിൽക്കേണ്ടടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞ് ഇന്ന് 110 അന്ന് 75. അതുകൊണ്ട് യുവരാജെ, അങ്ങനെ വെറുതെ ഒക്കെ അങ്ങ് വെല്ലുവിളിക്കാതെ ഇതിനൊക്കെ മറുപടി പറയാം, പേടിക്കണ്ട. നിങ്ങൾക്ക് അതൊന്നും എടുത്ത് കളയാൻ പറ്റില്ല. അല്ല, കംപ്ലീറ്റ് ചെയ്യട്ടെ. യുവരാജ് അരമണിക്കൂർ പ്രസംഗിച്ചില്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇടപെട്ടില്ലല്ലോ. രണ്ടാമത്തത്, നിങ്ങളുടെ ബി ജെ പിയുടെ അധ്യക്ഷൻ, ഇപ്പോഴത്തെ അധ്യക്ഷൻ വഴിയെ പോകുന്നവനെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോളൂ. ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നിങ്ങൾക്ക് ചില ഇഷ്യൂസ് അതിൻ്റെ അകത്തുണ്ടല്ലോ. അദ്ദേഹം കാളവണ്ടി ഉന്തിക്കൊണ്ട് തിരുവനന്തപുരത്തൂടെ സമരം നയിച്ചു. ശോഭാ സുരേന്ദ്രൻ, നിങ്ങൾക്ക് ശോഭനെ മാത്രം മതിയോ? ശോഭാ സുരേന്ദ്രനെ അഡ്രസ് ചെയ്യണ്ടേ? 3 മാസം മുമ്പാണ് ഈ പാർട്ടിയിൽ വനിതകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, അടുക്കളപ്പുറത്തിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് നിങ്ങളുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രസംഗിച്ചപ്പോ, ഞാൻ നിങ്ങളൊക്കെ വഴിയിലൂടെ മൂക്കളൊലിപ്പിച്ച് കിടക്കുന്ന കാലത്ത് ഞാൻ RSSന്റെ സംഘപ്രവർത്തനം നടത്തിയ ആളാണ് എന്ന് ശോഭ പ്രസംഗിച്ചില്ലേ? ശോഭയെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യണ്ടേ? ശോഭയെ നിങ്ങൾക്ക് വുമൺ സ്ത്രീ ശാക്തീകരണത്തിലേക്ക് കൊണ്ടുവരണ്ടേ? അപ്പൊ അതും കൊണ്ടുവരണം. 2, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ശോഭ ഇന്നലെ ഉണ്ടായിരുന്നു, ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ഉണ്ടായിരുന്നുവല്ലോ. അവർ ദീർഘനേരം പ്രസംഗിക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അതൊക്കെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്തു? അല്ലല്ല, ശോഭയുടെ വിമർശനങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ ആ വിമർശനങ്ങളൊന്നും മാറ്റി പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും? ഇല്ല. അവർ ബി ജെ പിയുടെ വേദിയിലേക്ക് ഒന്നും ലൈവായി, അതോടെ വെക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോ സൈബർ ബുള്ളിങ്ങിനെതിരായിട്ട് തന്നെയാണ് എന്റെ നിലപാട്. ഈ ചില ചർച്ചകളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ, കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ വരുന്ന നിങ്ങളുടെ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നുള്ള വധഭീഷണി അടക്കമുള്ള മെസ്സേജുകൾ ഞാൻ വേണമെങ്കിൽ യുവരാജിന് അയച്ചു തരാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനെതിരായിട്ട് സോഷ്യൽ ബുള്ളിങ്ങിനെതിരാണല്ലോ യുവരാജ് സംസാരിക്കുന്നത്. യുവരാജെ, നമുക്ക് ഈ ഗൗരി ലങ്കേഷിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കണ്ടേ? തീർച്ചയായും. സാക്ഷി ഇതാ 1 മണിക്കൂർ മുമ്പ് അവര് വാർത്ത കൊടുത്തതിന്റെ ബൈറ്റ് ഞാൻ കാണുകയായിരുന്നു. അവർ പറയാണ്, ഈ ബ്രിജ്ഭൂഷണെതിരെ സംസാരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ വധഭീഷണികൾ വരുന്നു. അവർ കോൾ റെക്കോർഡുകൾ അടക്കം മാധ്യമങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ സാക്ഷി മാലിക്കിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി നിങ്ങൾക്ക് വേവലാതി ഇല്ലേ? അപ്പൊ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോ നിങ്ങൾ അതിനകത്ത് അധികം വ്രണപ്പെട്ടിട്ട് നിങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് സഭ്യത വേണമെങ്കിൽ അതിന്റെ സഭ്യതയില്ലായ്മയുടെ അങ്ങേയറ്റം ഗൗരി ലങ്കേഷിനെതിരെ, സാക്ഷി മാലിക്കിനെതിരെ ഇറങ്ങി പുറപ്പെട്ടവരുടെ പേര് BJP, RSS, സംഘപരിവാർ, സംഘ് എന്ന് തന്നെയാ. അതിലെന്താ സംശയം? അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ ഇതാ പെട്ടെന്ന് ഒരു ദിവസം ശോഭനയ്ക്കെതിരെ, ഞാൻ പറഞ്ഞല്ലോ, ശോഭനയ്ക്കെതിരെ വരുന്ന സോഷ്യൽ അറ്റാക്കുകളെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾ ഉടനെ ഇതാ ഞങ്ങളെല്ലാം ആട്ടിൻകുട്ടികളാണ്, ഇത്രയും ദിവസം വേട്ട നടത്തിയ, ഇത്രയും ദിവസം ഈ നാട്ടിലുള്ള ആട്ടിൻകുട്ടികളെ മുഴുവൻ
വെടിവെച്ചും അല്ലാതെ ഹിംസിച്ച വേട്ടക്കാരായ നിങ്ങൾ പെട്ടെന്നൊരു മുഖംമൂടി എടുത്തിട്ട് പറയാണ്, നോക്കൂ ഞങ്ങളെ എല്ലാവരും കൂടി അങ്ങ് കടന്നാക്രമിക്കുകയാണ് കേട്ടോ, ഇതൊന്നും ശരിയല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ടേ എന്ന് നിങ്ങൾ സംസാരിക്കാൻ വന്നാൽ അത് തിരിച്ചറിയാനുള്ള ബോധമുള്ളവരൊക്കെയാണ് ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. രണ്ട്, ഇപ്പോ ശോഭന പറഞ്ഞത് അസംബന്ധമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണല്ലോ റിപ്പോർട്ട് വെച്ച് പറഞ്ഞത്. നേരത്തെ യുവരാജ് സിആറിനെ വെല്ലുവിളിച്ചപ്പോ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ഇവിടെ കിടക്കുന്നു. അതുപോലെ ഒരു പറ്റം റിപ്പോർട്ടുകൾ ഇന്ത്യ ടുഡേയുടെ ഏതെങ്കിലും മാധ്യമങ്ങളുടെ അല്ല, NCRBയുടെ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം 1 ലക്ഷത്തിൽ പരമാണ്. NCRB റിപ്പോർട്ട്. NCRB പറയാ 3,71,000 കേസുകളാണ് 2020 സ്ത്രീകൾക്കെതിരായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തെങ്കിൽ 2025 അത് 4,45,000 കണക്കുണ്ടോ? നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഇന്ത്യ has been 42.96% jump in crime against women in 2023. പറയുന്ന NCRB അല്ലാതെ ഇന്ത്യ ടുഡേയോ ന്യൂസ് 18 വസന്ത് തെങ്ങുംപള്ളിയോ അല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ രാജ്യത്ത് സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്നു. നിങ്ങൾ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നില്ലേ? 35% മാത്രമാണ് നിങ്ങൾ അതിലെ ഫണ്ട് വിനിയോഗിച്ചത്. 10,000 രൂപ നിർഭയ പദ്ധതി, അന്നത്തെ യു പി എ ഗവൺമെന്റ് മാറ്റിവെച്ചതാ. 10,000 കോടി രൂപ പ്രതിവർഷം നിർഭയ പദ്ധതി രാജ്യത്തെ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി. അതിൽ 1 രൂപ കഴിഞ്ഞ വർഷം നിങ്ങൾ വിനിയോഗിച്ചിട്ടില്ല. ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു, അത് ഞങ്ങൾ ശോഭനയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഉടനെ ശോഭനയ്ക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നു. ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറെ കഴുകന്മാർ, ആ കഴുകന്മാർ ശവം തിന്നാൻ വേണ്ടി കൊത്തിപ്പറിക്കാൻ വേണ്ടി വരുന്നതാണ്. അവരെ ഞാൻ ഒരിക്കലും അക്സെപ്റ്റും ചെയ്യില്ല. ഈവൻ ഇറ്റ് ഈസ് കോൺഗ്രസ് ആണെ പോലും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഈ കഴുകന്മാരുടെ മറവിൽ ബാക്കി എല്ലാം അങ്ങ് മൂടി കളഞ്ഞേക്കാം, തേച്ചു മായ്ച്ചു കളഞ്ഞേക്കാം. ഈ രാജ്യത്ത് കറന്റ്ലി നിൽക്കുന്ന ഇവിടുത്തെ നീറുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യണ്ടേ? മണിപ്പൂരിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണ്ടേ? അവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയാണ് ആക്രമിക്കപ്പെടുന്നത്. അവിടെ ഒരു ഇന്ത്യൻ ജവാന്റെ ഭാര്യ തെരുവിലൂടെ വിവസ്ത്രയായി നടത്തപ്പെട്ടില്ലേ? അതിനെപ്പറ്റി രാജ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് പ്രതികരിച്ചത്? എനിക്ക് ദേഷ്യം വരുന്നു, ഞാൻ ദേഷ്യം വന്ന് വിറളി പൂണ്ടുകയാണ് എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? എന്നിട്ട് അതിൽ എന്ത് ആക്ഷനാണ് ഉണ്ടായോ യുവരാജെ? എന്നിട്ട് ആ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കോൺഗ്രസ്, രാജ്യത്തെ പ്രതിപക്ഷം അത് കൊണ്ടുവന്നപ്പോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിലപാടെന്തായിരുന്നു? അപ്പൊ അതൊക്കെ ശോഭനയോട് ചോദിക്കണ്ടേ? അതൊന്നും അറിയാത്ത ആളാണോ ശോഭന? അപ്പൊ സ്വാഭാവികമായും അവർ പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ആ വേദിയിൽ പങ്കെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അവർക്ക് അവിടെ രാഷ്ട്രീയം പ്രസംഗിക്കാം. പക്ഷേ അവർ അവിടെ പോയതിനെ എതിർക്കാതിരിക്കുമ്പോൾ തന്നെ അവർ അവിടെ പറഞ്ഞ രാഷ്ട്രീയത്തെ എതിർക്കപ്പെടും. അതുകൊണ്ടാണ് ചില ഹാൻഡിലുകളെങ്കിലും പറയുന്നത് മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്നത് എല്ലാം കണ്ടില്ല എന്ന് നടിച്ച് സത്യത്തിന് നേരെ കണ്ണ് അടച്ചിരിക്കുന്ന മനോരോഗി ആദ്യം നകുലനായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഗംഗ കൂടിയാണ് എന്നതേ ഉള്ളൂ. ഗംഗ മനോരോഗി ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ നീറുന്ന സത്യങ്ങൾ, റിയൽ ട്രൂത്ത് അതുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടും, അത് വിളിച്ചു പറയും, അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഗൗരി ലങ്കേഷിനോട് നിങ്ങൾ ചെയ്തതിൽ കൂടുതൽ, സാക്ഷി മാലിക്കിനോട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലും സൈബർ ബുള്ളിങ്ങിലും ശോഭനയ്ക്കെതിരെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കണ്ണടച്ചു പൊട്ടനാവാൻ എനിക്ക് യുവരാജ് മറുപടി. ഒന്ന്, അദ്ദേഹം ഇതിലേക്ക് വരാം. ഈ ശോഭനയ്ക്കെതിരെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയണെന്ന് വെച്ചാൽ ഈ അതിനേക്കാൾ കട്ടിയായിട്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ്. ഈ അധിക്ഷേപം നിങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു വരട്ടെ മഞ്ജുഷ. അദ്ദേഹം പറഞ്ഞത് 2013 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? പെട്രോൾ പ്രൈസ് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പണി അറിയാത്ത ആളാണ്, കളഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ശ്രീ വസന്ത് തെങ്ങുംപള്ളിയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 കോൺഗ്രസ് സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 2 ലക്ഷം കോടി രൂപയുടെ ഓയിൽ ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ്, കടമുണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ആ കടം മുഴുവൻ തീർത്തു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിനോട് ഞാനൊരു കാര്യം പറയാം. പെട്രോൾ പ്രൈസ് പിടിച്ചു നിർത്തപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. കാരണം 1984-85 കാലം എടുത്തു കഴിഞ്ഞാൽ 8 രൂപയായിരുന്നു പെട്രോൾ പ്രൈസ്. അത് 94-95 10 വർഷത്തിലെത്തുമ്പോഴേക്കും 16 രൂപ ഇരട്ടിയായിട്ടുണ്ട്. 94 നിന്ന് 2004 എത്തുമ്പോഴേക്കും 16 എന്നുള്ള 32 രൂപ വീണ്ടും ഇരട്ടിയിലേക്ക് പോയിട്ടുണ്ട്. 2004 നിന്ന് 2014 എത്തുമ്പോൾ അത് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ 75 രൂപ 80 രൂപ ഇരട്ടിക്കും മുകളിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഇപ്പോൾ 2024 നിൽക്കുമ്പോൾ പെട്രോൾ പ്രൈസ് ഒരു 150 രൂപയിലെങ്കിലും നിൽക്കേണ്ടതാണ്. പക്ഷേ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പെട്രോളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 75 രൂപയിൽ നിന്ന് വെറും 95 രൂപ റേഞ്ചിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നത്.
കൊടുക്കുന്നത്. കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് 106, 107, 109 ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്. അതിന് നിങ്ങൾ ചോദിക്കേണ്ടത് പിണറായി വിജയനോടാണ്. അതൊരു കഴിവുകെട്ട ഭരണാധികാരി ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അങ്ങയോട് എനിക്ക് പെട്രോൾ പ്രൈസിന്റെ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പെട്രോൾ പ്രൈസ് പിടിച്ചു നിർത്തപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. ലോകത്തിൽ എല്ലായിടത്തും എത്രത്തോളമാണോ ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത് അതിന് ആനുപാതികമായി മാത്രമാണ് ഇവിടെ ഇൻക്രിമെന്റ് വന്നിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു വർധനവും പെട്രോൾ പ്രൈസിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. 2, ശോഭാ സുരേന്ദ്രന്റെ കാര്യം അങ്ങ് പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ കാര്യം മഞ്ജുഷ തന്നെ പറഞ്ഞതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ വേദിയിലുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ മാത്രമല്ലല്ലോ ഉള്ളത്. ഇന്ത്യയിലെ മെയിൻ ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞാൽ 4-ൽ 2 പേരും സ്ത്രീകൾ തന്നെയല്ലേ. ആ രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടുന്ന പ്രാധാന്യം BJP-യിലായിക്കൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലായിക്കൊണ്ട് പോട്ടെ, മറ്റെവിടെയെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഏറ്റവും മികച്ച രീതിയിൽ കൊടുത്തു തന്നെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് NCRB റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കാര്യം പറഞ്ഞു. എല്ലാ കാലഘട്ടത്തിലും ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് വരുന്ന സമയത്ത് നമ്മുടെ കേരളമായിരിക്കും അതിനകത്ത് നമ്പർ 1 സ്ഥാനത്തേക്ക് വരിക പല കാര്യത്തിലും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നാലും ശരി, ഇടതുപക്ഷം ഭരിക്കുമ്പോഴായിരുന്നാലും ശരി, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ക്രൈം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് പോലീസിംഗ് സംവിധാനമുണ്ട്, ഹോം മിനിസ്ട്രി കൃത്യമായിട്ട് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ റിപ്പോർട്ട്സ് വരുമ്പോഴേക്കും കേരളം 1ാം സ്ഥാനത്ത് വരുന്നതെന്ന്. ശരിയാണ്, UP ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഗുണ്ടാരാജ് നിലനിൽക്കുകയും പോലീസ് നോക്കുകുത്തിയായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് അവിടെ കൃത്യമായിട്ട് പോലീസിംഗ് സംവിധാനം നിലനിൽക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് പോലീസിലേക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകുവാനും അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ പരാതി പറയുവാനും ആ പരാതിയൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ NCRB-യിൽ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കലി പരാതികൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പോലീസിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് NCRB-യിൽ നമ്മൾ റെക്കോർഡിക്കലായിട്ട് ക്രൈംസ് വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്രൈം കൂടി എന്നുള്ളതല്ല. ഇന്ത്യയിലെ പോലീസിംഗ് സംവിധാനം കുറെ കൂടി മികച്ചതായി എന്നുള്ളതാണ് NCRB-യിൽ ഈ പറയുന്ന റെക്കോർഡിക്കലി സാധനം വരുന്നുണ്ടെങ്കിൽ അർത്ഥം. പിന്നെ മണിപ്പൂരിലെ കാര്യം താങ്കൾ പറഞ്ഞു. മണിപ്പൂരിലെ വിഷയം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. മണിപ്പൂർ പാർലമെന്റിൽ ചർച്ച ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഫോർമേഷൻ മുതൽ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് വരണം. അവിടെ അതിന് മുമ്പുണ്ടായിട്ടുള്ള കലാപങ്ങളാവട്ടെ, പരസ്പരമുള്ള വെട്ടിക്കൊലകളാകട്ടെ, എല്ലാം ചർച്ച ചെയ്തിട്ട് വരണം. അപ്പോൾ ഈ 10-60 വർഷം ഉണ്ടായിട്ടുള്ള പ്രശ്നം മുഴുവനും 3-4 വർഷം കൊണ്ട് പരിഹരിക്കണം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് പിൻ പോയിന്റ് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണെന്നുള്ള തിരിച്ചുള്ള ചോദ്യമുണ്ടാവും. ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ആ തലത്തിലുള്ള ചർച്ചകളൊന്നും പറ്റില്ല, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ദിവസത്തിലേക്ക് മാത്രം ചർച്ച എന്നുള്ള രീതിയിലേക്ക് ഒതുക്കുന്നത്. നിങ്ങളുടെ മൻമോഹൻ സിംഗ് സർക്കാർ 2004 മുതൽ 2014 വരെ ഭരിക്കുന്നതിനിടയ്ക്ക് ആ 10 വർഷത്തിനിടയിൽ മണിപ്പൂരിൽ കൊല ചെയ്യപ്പെട്ടവരുടെയും ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെയും ഒരു എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വസന്ത് തെങ്ങുംപള്ളിക്ക് മണിപ്പൂരിന്റെ ചരിത്രം എന്താണെന്നും മണിപ്പൂരിന്റെ വർത്തമാനം എന്താണെന്നും മനസ്സിലാവും. പക്ഷെ മണിപ്പൂരിന്റെ ഭാവി ക്ലിയർ ആവും. ആ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിൽ താങ്കൾ വന്നില്ല, ഞാൻ ചോദിച്ചത്. അതായത് ഈ അധിക്ഷേപം ഏറ്റവും കൂടുതൽ നടത്തുന്നത് നിങ്ങൾ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ശോഭനയെ അധിക്ഷേപിച്ചു എന്ന രീതിയിൽ നിങ്ങൾ പറയുന്നതിൽ എന്തർത്ഥമാണെന്ന്? മഞ്ജുഷ, ഒരാളൊരു രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് വരെയും ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല. ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്നോ അദ്ദേഹത്തെ റദ്ദ് ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയുന്നുണ്ടാവും. അതല്ലാതെ മമ്മൂട്ടി CPM-കാരനാണ്, മമ്മൂട്ടി CPM-കാരനാണ്, അതുകൊണ്ട് മമ്മൂട്ടിക്ക് നമ്മൾ ഇല്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പ്രിയദർശൻ എന്ന് പറയുന്ന ആൾ ജനം TV-യിൽ BJP അനുകൂലമായ ഒരു ചാനലാണല്ലോ, അതിലൊരു ചുമതല വഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പ്രിയദർശനെതിരായിട്ട് എന്തൊക്കെ തരത്തിലുള്ള സൈബർ അറ്റാക്കിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്? പ്രിയദർശൻ എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പ്രിയദർശനെ ഏതൊക്കെ തലത്തിലാണ് അദ്ദേഹത്തിന്റെ ജാതി വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ സൈബർ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്? പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മഞ്ജുഷ ചോദിച്ചതിൻ്റെ ഇടയിൽ അത് മിസ്സായിപ്പോയി. പക്ഷേ ഇത്തരത്തിലുള്ള ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറയുമ്പോൾ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ നമ്മൾ ആരെ ആക്രമിക്കാറില്ല. രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും ചർച്ചകളുണ്ടാവും, വാഗ്വാദങ്ങളുണ്ടാവും. ആ ചിലപ്പോൾ അതിൽ പലതും കൈവിട്ട് പോകുന്നുണ്ടാവും. അതിനെ ഒരിക്കലും ഞാനും അനുകൂലിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. കാരണം ഞാനും അതിൻ്റെയൊക്കെ ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്, അനുഭവിക്കുന്ന. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ
BJP അനുകൂലിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ അവരുടെ വേദിയിൽ പോവുകയോ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുകയോ ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റു നേതാക്കളുമായി വേദി പങ്കിടുകയോ ഒക്കെ ചെയ്താൽ സംഖ്യയാക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പലരും പറയാറുണ്ട്. അങ്ങനെ ശോഭനയും നമ്മുടെ നാട്ടിൽ സംഖ്യയായിരിക്കുകയല്ലേ? ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ശോഭന പറഞ്ഞ അഭിപ്രായം തെറ്റാണ്. അഭിപ്രായം തിരുത്താൻ അവർക്ക് അവകാശമുണ്ട്. നാളെ ഞാനതാ പറഞ്ഞ, അവർ പോയിട്ട് പിണറായി വിജയൻ്റെ വേദിയിൽ പോയി, പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ പോയി രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞാൽ ഈ BJPക്കാർ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരെ ബുള്ളിയോ വേറെ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അവർ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വ്യക്തിപരമായി വിട്ടുകൊടുക്കുന്നു. പക്ഷേ സംഖ്യയാണോ അല്ലയോ എന്നുള്ളതല്ല, ശോഭന അവിടെ പോയത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ആ അവകാശം ഞാൻ വിനിയോഗിക്കുകയും ചെയ്യും. അതെനിക്ക് വിനിയോഗിക്കാതെ ശോഭന ഒരു വേദിയിൽ പോയാൽ, ഇപ്പം നാളെ ഞാൻ പറഞ്ഞല്ലോ മോഹൻലാൽ മറ്റേ അയോധ്യയിലെ ക്ഷേത്രത്തിന് പോകണമെന്ന്, എനിക്കറിയില്ല, അങ്ങനെ ഒരു വാർത്തയൊക്കെ ഉണ്ട്, ക്ഷണമുണ്ടെന്ന്. അദ്ദേഹം പോയാൽ ഞാൻ അതിനെ എതിർക്കും. കാരണം ആ യാത്ര ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് അമ്പലത്തിൽ പോകുന്നതുകൊണ്ടല്ല. അദ്ദേഹം മറ്റേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂർ അമ്പലത്തിലോ ഇനി വേളാങ്കണ്ണി പള്ളിയിലോ പോയാൽ എനിക്കൊരു വിരോധമില്ല. പ്രശ്നം അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം കൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അല്ലാണ്ട് രാമൻ്റെ അമ്പലത്തിൽ പോയാൽ എന്താ കുഴപ്പം? ശ്രീരാമൻ്റെ അമ്പലം തൃപ്രയാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഉണ്ട്, അവിടെ പോയിക്കോട്ടെ. പ്രശ്നം അതല്ല. ആ ക്ഷേത്രത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ അത് വർഗീയവുമാണ്. അതിനെ എതിർക്കേണ്ടത് കൊണ്ടാണ് നമ്മളതിനെ എതിർക്കുന്നത്, അല്ലാതെ വേറൊരു കാരണം കൊണ്ടുമല്ല. ആർക്കും അവിടെ ക്ഷേത്രം ഉണ്ടാക്കാം, കാശുണ്ടെങ്കിൽ ക്ഷേത്രം ഉണ്ടാക്കാം. പക്ഷെ പള്ളി പൊളിച്ചതിനെ നമുക്ക് എതിർക്കേണ്ടി വരും. ക്ഷേത്രം ഉണ്ടാക്കുന്നത് എവിടെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ വേറൊരാളുടെ ആരാധനാലയം തകർത്തിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്. ആ രാഷ്ട്രീയം മറന്നുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ഒരാളെ സംഖ്യയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ആക്കാനല്ല. യഥാർത്ഥത്തിൽ ഈ കാര്യം ശോഭനയുമായി പോലും തുറന്ന സംവാദം നടത്തണമെന്നാണ് ഞാൻ പറയണേ. ശോഭനയ്ക്ക് ഒരുപക്ഷെ അതറിയാമോ, ശോഭനാർത്ഥത്തിലാണോ? ഇപ്പം ഇന്നലെ മറിയക്കുട്ടി ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി വിളിച്ചപ്പോൾ ഞാൻ വന്നു എന്നാണ് പറഞ്ഞത്. സുരേഷ് ഗോപി വിളിച്ച് വരുമ്പോൾ ആൾ സംഖ്യ ആയിക്കൊള്ളുന്നില്ല. സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, അദ്ദേഹം സഹായിച്ചിട്ടുള്ള ആളുകളുണ്ട് വ്യക്തിപരമായി. ഇപ്പം മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളല്ലല്ലോ, അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. പക്ഷേ മമ്മൂട്ടി പറയുന്ന നല്ല കാര്യങ്ങൾ, എല്ലാവർക്കും സ്വീകാര്യമായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്തുണച്ചിട്ടുണ്ട്. നമുക്കൊരു വിരോധമോ കാര്യത്തിലില്ല. ഇപ്പോൾ ഗുജറാത്ത് വിഷയത്തിലടക്കം മമ്മൂട്ടിക്ക് ചില നിലപാടുകൾ ചില സിനിമകളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? സംഖ്യയാക്കുക എന്നുള്ളതല്ല, അങ്ങനെ അവരെ ഒരു പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നതും ശരിയല്ല. അവരുമായി സ്വതന്ത്ര സംവാദം വേണം. ശോഭന പറഞ്ഞത് ശരിയായില്ല എന്ന് ഞാൻ പറയും, വേറൊരാൾ പറയും. ആ സംവാദം നടക്കും. ഒരുപക്ഷെ ശോഭനയ്ക്ക് തിരുത്തൽ വന്നേക്കാം, തിരുത്താതിരുന്നേക്കാം, അതെനിക്കറിയില്ല. അതുണ്ടാവണം ജനാധിപത്യത്തിൽ. അതാണ് കാര്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. തെങ്ങുംപള്ളിയിൽ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മോദിക്കൊപ്പം ശോഭന, സൈബർ ആക്രമണം ന്യായീകരിക്കാനാവാത്തതോ? ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് 79% പ്രേക്ഷകർ, ന്യായീകരിക്കാമെന്നുള്ളതാണ് 16% പ്രേക്ഷകരുടെ നിലപാട്, നിഷ്പക്ഷം 5%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.